ഞാൻ പോകുകയാണ്. എൻ്റെ ആവശ്യം കഴിഞ്ഞു. എൻ്റെ പുതിയ ഉടമയ്ക്ക് എൻ്റെ ആവശ്യമില്ല. എല്ലാ കൊല്ലവും ഞാൻ ഒരുപാട് മാമ്പഴം കൊടുക്കാറുണ്ടായിരുന്നു, തണൽ കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ ചുവട്ടിൽ ഒത്തിരി കുട്ടികളും ജോലിക്കാരും വന്ന് വിശ്രമിക്കാറുണ്ടായിരുന്നു. കാലത്തെ ജനൽ ചില്ലയിലൂടെ ഞാൻ അപ്പുറത്തെ കുട്ടി സ്കൂളിൽ പോകുന്നത് ഒരുങ്ങുന്നത് കാണുമായിരുന്നു. മീൻകാരനും മീൻ കൊണ്ടുവരുമ്പോൾ പെണ്ണുങ്ങൾ വിശേഷം പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. ഒരു പച്ച മാങ്ങ ഉണ്ടെങ്കിൽ ഇന്ന് മീനിൻ്റെ കൂടെ ഇടാമായിരുന്നു എന്നവർ പറയാറുണ്ടായിരുന്നു. അവർ പറയുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടി ടെറസിൽ നിന്നും അവളുടെ കാമുകനെ വിളിച്ച് കൊഞ്ചുന്നത് കേൾക്കുമായിരുന്നു. അപ്പുറത്തെയും ഇപ്പുറത്തെയും കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്നതെല്ലാം ഞാൻ നോക്കിയിരിക്കും. പ്രായത്തിൽ കൂടിയിട്ടല്ല, ആവശ്യം കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ കാക്കച്ചി, നീ കരയാതെ. നിനക്ക് കൂടുകൂട്ടാൻ മറ്റൊരു മരം കിട്ടും. പക്ഷേ നിന്റെ കൂടിനെയും കുഞ്ഞുങ്ങളെയും ഞാൻ സംരക്ഷിച്ചതുപോലെ അവർ സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. സൂര്യൻ അങ്ങനെ കത്തി ഇറങ്ങുക, അല്ലെങ്കിൽ എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞ് പകുതിയല്ലേ ഞാൻ താഴേക്ക് കൊടുക്കാറുള്ളൂ. ഞാൻ ഉറങ്ങാറില്ല. രാവും പകലും നിങ്ങളുടെയൊക്കെ വിശേഷം തിരക്കി ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എടാ പൂച്ചക്കുറുമ്പ, ഇനി ആരെ ദേഹത്തേക്ക് ഓടിക്കയറും? ചാഞ്ഞുറങ്ങും. എന്തൊരു ശല്യമെന്ന് ഞാൻ പറഞ്ഞ വാനരക്കൂട്ടന്മാർ ഇനി വരുമ്പോൾ ഞാൻ കാണില്ല. കാര്യം കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പോകും മുന്നേ ഒന്ന് അവരെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അതിന് കഴിയില്ല. ആ കിണറ്റിൽ നിന്ന് ഒരു കുടം വെള്ളം എനിക്ക് തരാമോ? പണ്ട് കുറേ കുടിച്ചതാ. സർക്കാർ പൈപ്പിലെ ആ ചെവിയുള്ള വെള്ളം, ഓ സഹിക്കാൻ വയ്യ. നാളെ മുതൽ നിന്റെയൊക്കെ മൂക്കിൽ കയറും പൊടി. ആ സിമന്റ് മടം, എൻ്റെ പൊന്നെ, എന്ത് സഹിച്ചതാ ഞാൻ. കയറൊക്കെ ഇട്ട് വരിഞ്ഞ് പിടിച്ച് വെട്ടി വെട്ടി കൊല്ലുക എന്നെ. എല്ലാവർക്കും ഇവിടെ എന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചു നാളായി എൻ്റെ വിധി എഴുതിയത് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ കേൾക്കുന്നില്ല എന്നാണ് വിചാരം. ഞാൻ എന്ത് പ്രയാസപ്പെട്ട് വളർത്തിയ ചില്ലകളെയാണ് വെട്ടിക്കളയുന്നേ. അടുത്ത് നിൽക്കുന്ന പ്ലാവ് കിടന്ന് കരയുക. നീ കരയേണ്ടടാ. ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന കാലം വരെയും നിന്നെ അവർ ആർക്കും കൊടുക്കില്ല. അല്ലെങ്കിലും നിനക്കെന്താ? നിനക്ക് വല്ല അലമാരയോ മേശയായോ ഒക്കെ വീട്ടിൽ കിടക്കാമല്ലോ. എനിക്ക് ആരുടെയെങ്കിലും ശവമണം മാറ്റാനല്ലേ പറ്റൂ. റബ്ബർ മരങ്ങളും പ്ലാവും തെങ്ങും ഒക്കെ അങ്ങ് വിഷമത്തിലാണ്. ഇനി അവരെയും വെട്ടിക്കളയുമെന്ന് വേദനിപ്പിക്കുന്നില്ല. നിങ്ങളും ഒരിക്കൽ പോകും, പക്ഷെ ഇന്നില്ല, ഇപ്പോഴെങ്ങുമില്ല. സാരമില്ലടോ, പോയല്ലേ പറ്റൂ. പോകും ഒരു നാൾ എല്ലാവരും. എത്ര കാലം കൊണ്ട് കാണാൻ തുടങ്ങിയതാ മോളെ നിന്നെ ഞാൻ. മൊബൈലിൽ പിടിച്ചിരിക്കാതെ ഒന്ന് നോക്ക്, എന്നെ ഇനി കാണാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ കൂടെ പോയാലും ചിലർ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ചിലർ എൻ്റെ നിഴലിൽ വന്ന് നിൽക്കും. എന്നോട് സങ്കടം പറയും. ആരുമില്ല മിണ്ടാൻ, നീ മിണ്ടുമോ എന്ന് എന്നോട് ചോദിക്കും. എടാ തേക്കെ, എടാ യുവാവേ, നിന്റെ പ്രായം ചെറുപ്പമാണ്. നീ നന്നായി വളരണം. ഈ കഴിഞ്ഞ ഓണമുണ്ടപ്പോൾ ആളുകളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇനി അടുത്ത ഓണത്തിലേക്ക് ഞാനില്ലെന്ന്. നാളെ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ പറയും, ഈ മാവ് മുറിച്ചല്ലേ, എത്രയ്ക്ക് കൊടുത്തോ എന്ത്. എത്രയ്ക്കായാലും എന്താണ്, ഞാൻ പോയി. ഇനി എൻ്റെ മാങ്ങയിട്ട് ഇവിടെ ആരും മീൻ വെക്കണ്ട. നിങ്ങൾക്കറിയാമോ, ആരോടും മിണ്ടാനില്ലാത്ത ചിലർ എന്നെ തേടി വരും. ചുമ്മാ തണൽ കൊള്ളാനെന്ന പോലെയാണ് വരുന്നത്. എന്നിട്ട് അവരാരും അറിയാതെ എന്നോട് കാര്യം പറയും. ഞാനതൊക്കെ കേട്ട് നിൽക്കും. അയ്യോ, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ അറക്കാതടാ. മരിക്കും മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ. എന്തൊരു ശബ്ദം, ഒരുത്തൻ പറഞ്ഞോണ്ട് പോകുക. അപ്പം ഈ മുറിയുന്ന എനിക്കോ? ഇനി എനിക്ക് കുയിലിൻ്റെ പാട്ടില്ല, കാക്കയ്ക്ക് കൂടുകൂട്ടാൻ കാണാൻ പറ്റില്ല, അണ്ണാറക്കണ്ണൻ്റെ ഓട്ടവുമില്ല, കളിയുമില്ല. നിവർന്ന് വലിഞ്ഞ് പടം വരിച്ച് നിന്ന് എനിക്കറിയാത്ത ഒരു കഥയുമില്ല കേട്ടോ ഈ നാട്ടിൽ. ഇനി ജനനവും മരണവും ഞാൻ അറിയില്ല. ഞാൻ പോകുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെ. ദേഷ്യവും വാശിയും സങ്കടവും എല്ലാം കണ്ട് നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പോകുമ്പോൾ പലരും പറയും, ഓ ഇപ്പം ഇത്തിരി വെയിൽ കിട്ടി, ഓ ഇപ്പോഴാണ് ഇവിടെ വൃത്തിയായി എന്നൊക്കെ. ഇതാ കണ്ടോ, പറഞ്ഞു തീന്നില്ല. ദേ ആ പെണ്ണുമ്പിള്ള പറഞ്ഞിട്ട് പോയത് കണ്ടോ, ചവറ് തൂക്കണ്ടെന്ന്. പോരാത്തതിനാ റബ്ബർ കൂടെ വെട്ടിത്തള്ളാൻ. അയ്യടി മോളെ, എത്ര മാങ്ങയാടി നീ തിന്നത്. പോകും മുന്നേ ഇതൊക്കെ കേൾക്കണം. വെയിലിങ്ങിറങ്ങും മുന്നേ എന്നെ മുഴുവനായി വെട്ടിയിടും. സൂക്ഷിച്ചിറങ്ങും മോനെ, അല്ലെങ്കിൽ ആ പോണ പോക്കിലോ തന്നെ കാലടിച്ചു എന്നുള്ള പേര് കൂടി എനിക്ക് കിട്ടും. എൻ്റെ അവസാന ചില്ലയിൽ കത്തി വീണു. ഇനിയൊരു ഭീകര ശബ്ദത്തോടെ ഞാൻ നിലം പൊത്തും. എന്നെ വളർത്തിയ നാമ്പു പൊട്ടിയ എൻ്റെ അമ്മയുടെ മാറിലേക്ക്. എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് നൊന്തോടാ? മുകളിൽ നിന്ന് വെട്ടി ടപ്പോ ടപ്പോന്ന് അടിച്ച് താഴെ വീഴ്ത്തുമ്പോൾ സുഖമാണോ അമ്മച്ചി? ഇനി അമ്മച്ചിക്കിട്ടും പണിയുണ്ട്. വെട്ടിച്ചെത്തി കുത്തി പറച്ചിനി ആരാണോന്ന് വരാൻ പോകുന്നത്. എന്തായാലും അമ്മച്ചിക്കുള്ള പണിയും വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പോകട്ടെ, നുറുക്കിയ കഷ്ണമായിട്ട് ഏതോ സ്ഥലത്തേക്ക്. ഇനി ഒരു മാമ്പഴക്കാലത്തിലേക്ക് ഞാനില്ല. എനിക്ക് ഇനിയൊരു മാമ്പഴക്കാലമില്ല.